നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദ്യാലോപിക്കു വേണ്ടി ഇടത് സർക്കാർ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്തുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് MLA. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിതരണം നാളെ പൂർത്തിയാകും. കളക്ടറേറ്റിലെ B3 ബ്ലോക്കിലെ വോട്ടിംഗ് യന്ത്രത്തിന്റെ ഗോഡൌണിൽ നിന്ന് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ആരംഭിച്ചു. നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിൽ വോട്ട് ചോദിച്ചെത്തുന്നത് 8 സ്ഥാനാർത്ഥികളാണ്. വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോട് മറുപടി പറഞ്ഞും അവരെ സ്വീകരിച്ചും വോട്ടർമാർ കുഴങ്ങി. ഇക്കുറി വോട്ടർമാർ ആശയക്കുഴപ്പത്തിലാണ്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാന വനങ്ങളിൽ നടക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന കടുവകളുടെ കണക്കെടുപ്പ് 2ാം ദിവസവും പുരോഗമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേപുരം സ്വദേശിയായ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. മദ്യലോബിക്ക് വേണ്ടി ഇടത് സർക്കാർ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്തുവെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് MLA. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിയുള്ള ചുങ്കത്തറ പഞ്ചായത്ത് പര്യടനത്തിൽ പാതിരിപ്പാടത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ള് ഷാപ്പുകളും ബാറുകളും തുടങ്ങുവാൻ പഞ്ചായത്തുകളുടെ അനുമതി വേണമെന്ന UDF സർക്കാർ നൽകിയ അധികാരം പോലും ഇടത് സർക്കാർ തിരിച്ചെടുക്കുകയായിരുന്നു. പഞ്ചായത്ത് ഭരണസമിതികളെ നോക്കുകുത്തിയാക്കി കേരളത്തിൽ യഥേഷ്ടം മദ്യമൊഴുക്കുവാനുള്ള ലൈസൻസാണ് ഇടതുപക്ഷം നൽകുന്നതെന്നും കുറ്റപ്പെടുത്തി. പരപ്പൻ ഹംസ അധ്യക്ഷത വഹിച്ചു. പറായി ജേക്കബ്, KT കുഞ്ഞാൻ, U ഹൈദ്രു, പറമ്പിൽ ബാവ, താജ സക്കീർ, പുത്തലത്ത് മാനു, ജില്ലാ പഞ്ചായത്ത് ചുങ്കത്തറ ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ബുഷ്ര, സീനത്ത് നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിതരണം നാളെ പൂർത്തിയാകും. കളക്ടറേറ്റിലെ B3 ബ്ലോക്കിലെ വോട്ടിംഗ് യന്ത്രത്തിന്റെ ഗോഡൌണിൽ നിന്ന് ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ വോട്ടിംഗ് യന്ത്രങ്ങൾ ജില്ലയിലെ 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 12 നഗരസഭകളിലേക്കും വിതരണം ആരംഭിച്ചു. ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ഇവിടെ നിന്നും വോട്ടിംഗ് യന്ത്രം കൈമാറും. ആദ്യ ദിവസം 7 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഇന്ന് 7 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമുള്ള വിതരണം പൂർത്തിയായി. നാളെ തിരൂർ ബ്ലോക്കിലേക്കും ജില്ലയിലെ 12 നഗരസഭകളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതോടെ ജില്ലയിലെ വിവിധ ബ്ലോക്ക് നഗരസഭകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൂർത്തിയാകും. ജില്ലയിലെ 15 ബ്ലോക്ക്, 12 നഗരസഭ എന്നിവിടങ്ങളിലേക്കായി 5600 കൺട്രോൾ യൂണിറ്റും 15260 ബാലറ്റ് യൂണിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിൽ വോട്ട് ചോദിച്ചെത്തുന്നത് 8 സ്ഥാനാർത്ഥികളാണ്. വോട്ട് ചോദിച്ചു വരുന്ന സ്ഥാനാർത്ഥികളോട് മറുപടി പറഞ്ഞും അവരെ സ്വീകരിച്ചും വോട്ടർമാർ കുഴങ്ങി. ഇക്കുറി വോട്ടർമാർ ആശയക്കുഴപ്പത്തിലാണ്. ആരെ കൊള്ളും ആരെ തള്ളും എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. ഒരു സ്ഥാനാർത്ഥി വന്ന് വോട്ട് ചോദിച്ച് മടങ്ങി വാതിലടയ്ക്കുമ്പോഴേക്കും അടുത്ത സ്ഥാനാർത്ഥി എത്തും. 999 വോട്ടർമാരാണ് നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽ ഉള്ളത്. LDF-നും UDF-നും BJP-ക്കും ഔദ്യോഗിക സ്ഥാനാർത്ഥികളുണ്ട്. LDF-നും UDF-നും വിമതരുമുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും രംഗത്തുണ്ട്. SDPI-ക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വേറെയും. ആകെയുള്ള വോട്ടുകൾ ഈ 8 പേർക്കായി വീതം വെക്കണം. വീതം വെക്കുമ്പോൾ ആര് ജയിക്കുമെന്നത് ഏറെ നിർണായകമാകും. LDF-ലെ രജനി അജിത്താണ് നിലവിലെ കൌൺസിലർ. അതിനു മുൻപ് അന്ന് ഹംസയാണ് വിജയിച്ചത്. വിമത സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിരംപാറയും UDF സ്ഥാനാർത്ഥി ഷൌക്കത്ത് അലി കൂമഞ്ചേരിയും പറയുന്നു. അതേസമയം വിജയം ഉറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി മഠത്തിൽ കബീറും CPI വിമതൻ ഫൈസൽ ചിറക്കലും പറയുന്നത്. ഇക്കുറി മുമ്മുള്ളിയിൽ NDAക്ക് അനുകൂലമായി വോട്ടർമാർ വിധിയെഴുതുമെന്ന് BJP സ്ഥാനാർത്ഥി അനൂപ് കൈപ്പഞ്ചേരിക്ക് ഉറപ്പുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇക്കുറി മുമ്മുള്ളിയിൽ വിജയിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയും വ്യക്തമാക്കുന്നു. SDPI തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷബീറും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും വോട്ടഭ്യർത്ഥനയുമായി വാർഡിൽ സജീവമാണ്.
കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാന വനങ്ങളിൽ നടക്കുന്ന 8 ദിവസം നീണ്ടു നിൽക്കുന്ന കടുവകളുടെ കണക്കെടുപ്പ് 2ാം ദിവസവും പുരോഗമിക്കുന്നു. കണക്കെടുപ്പിന്റെ 2ാം ദിവസവും വനംവകുപ്പ് അധികൃതർക്ക് കടുവയുടെ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. എടക്കര നെല്ലിക്കുത്ത് വനം റേഞ്ച് പരിധിയിലെ ഉൾവനങ്ങളെ 6 ബ്ലോക്കുകളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത്. നെല്ലിക്കുത്ത്, പുഞ്ചക്കൊല്ലി, അളക്കൽ, മരുത, കാഞ്ചന എസ്റ്റേറ്റ് എന്നീ ഉൾവനങ്ങളിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തുവാനുള്ള തീവ്രശ്രമം നടക്കുന്നത്. പരിശോധനാ സംഘത്തിൽ ഫോറസ്റ്റർമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ, വാച്ചർമാർ എന്നിവരുമുണ്ട്. ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. ഉൾവനത്തിലെ 5 കിലോമീറ്റർ ചുറ്റളവിലൂടെ 3 ദിവസം പരിശോധന നടത്തും. ഇതിൽ ആദ്യത്തെ 2 ദിവസം കുറ്റിച്ചെടികൾ വെട്ടിമാറ്റി നടപ്പാതകൾ ഒരുക്കും. അവശേഷിച്ച 3 ദിവസം ഈ നടപ്പാതകളിലൂടെ സഞ്ചരിച്ച് കടുവയുടെ കാൽപ്പാടുകൾ, കാഷ്ടം എന്നിവ തെളിവായി ശേഖരിക്കും. കടുവയുടെ തെളിവുകൾക്ക് പുറമെ കണക്കെടുപ്പിന്റെ ഭാഗമായി വനത്തിൽ കണ്ടെത്തുന്ന മറ്റ് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. ഇതിനിടെ പുഞ്ചക്കൊല്ലി വനമേഖലയിൽ പരിശോധന നടത്തിയ വനപാലക സംഘം 2 തവണ കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ അകപ്പെട്ടത് ആശങ്കയുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കേപ്പുരത്തെ തലപ്പള്ളി വീട്ടിലെ ടി അജീഷാണ് പോലീസ് പിടിയിലായത്. അതിജീവിതയുടെ ചിത്രം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. താനൂർ സിഐ KT ബിജിത്തിന്റെ നേതൃത്വത്തിലാണ് അജീഷിനെ അറസ്റ്റ് ചെയ്തത്. ചിത്രം പ്രചരിക്കുവാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അതിജീവിതയുടെ ചിത്രം പ്രചരിപ്പിച്ച കേസിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും ഇന്നലെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തെരുവുനായ ശല്യം പരാതികൾ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ. കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചു. കൺട്രോൾ റൂം ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവർത്തിക്കും. 047127731000 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതികൾ അറിയിക്കാം. ലോക ഭിന്നശേഷി ദിനാചരണം മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം വെട്ടം VRC ആശുപത്രിയിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് S. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ ജഡ്ജിയും VRC ഹോസ്പിറ്റൽ രക്ഷാധികാരിയുമായ രമേശ് ഭായ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ KP സാദിഖ് അലി, ഡെപ്യൂട്ടി മീഡിയ ഓഫീസർ DS വിജയകുമാർ, പാരാലീഗൽ വോളണ്ടിയർ വിമല, സീനിയർ സെക്രട്ടറിസ്റ്റ് ഡോക്ടർ KN നിപുൺ, ഡോക്ടർ ഷാലിമ ഷംസുദ്ദീൻ, VRC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ CM മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, തിരൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി എന്നിവർ സംയുക്തമായി നടത്തിയ പരിപാടിയിൽ വിവിധ കർമ്മ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഭിന്നശേഷി വ്യക്തികൾക്കായി ദിവ്യാംഗ ശ്രേഷ്ഠ പുരസ്കാരവും ഭിന്നശേഷി വ്യക്തികളുടെ പരിചരണ മികവ് മുൻനിർത്തി ദിവ്യാംഗ മിത്ര പുരസ്കാരവും നൽകി. വെട്ടം ആലിശ്ശേരി ഉപ്പൂട്ടുങ്ങൽ ജലീൽ, വെട്ടം മൂലശ്ശേരി വീട്ടിൽ സിന്ധു എന്നിവർക്കാണ് ദിവ്യാംഗ ശ്രേഷ്ഠ പുരസ്കാരം. തെന്നല ചെമ്പൈൻ മൊയ്തീൻകുട്ടി ദിവ്യാംഗ മിത്ര പുരസ്കാരത്തിന് അർഹനായി. VRC ഹോസ്പിറ്റൽ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് KR ബിനു, സീനിയർ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ VS അനിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരും കുടുംബാംഗങ്ങളും ഈ മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും വിദ്യാർത്ഥികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ന്യൂ ലീഫ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂ ലീഫ് സ്പെഷ്യൽ സ്കൂൾ ഭിന്നശേഷി ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സ്കൂളിൽ ഇന്നാരംഭിച്ച റാലിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റാലിയിൽ ഹാഫിസ് അക്കാദമി, അൽഫിത്ര ഇംഗ്ലീഷ് മീഡിയം എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും JRC സ്റ്റുഡൻസ് എന്നിവരും അണിനിരന്നു. സ്കൂളിൽ നിന്നും തുടങ്ങിയ റാലി കരുനേച്ചിയങ്ങാടിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ന്യൂ ലീഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ഷിഹാബ് എടക്കര യോഗം ഉദ്ഘാടനം ചെയ്തു. കരുനേച്ചി പൗരസമിതി രക്ഷാധികാരി വാസു കൂറ്റൻചേരി പരിപാടിക്ക് നേതൃത്വം നൽകി. യോഗത്തിൽ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂ ലീഫ് പ്രിൻസിപ്പൽ റാഷിദ് സ്വാഗതം പറഞ്ഞു. സ്പെഷ്യൽ സ്കൂൾ MD റഫീഖ് അധ്യക്ഷനായിരുന്നു. AO റജീന, വൈസ് പ്രിൻസിപ്പൽ റംസീല, അൽഫിത്ര പ്രിൻസിപ്പൽ ബജീന, ഹാഫിസ് അക്കാദമി പ്രിൻസിപ്പൽ മുഹമ്മദ് നിഹാദ്, സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ ഹബീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.